ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ മറ നീങ്ങാതെ ദുരൂഹത. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് ചെമ്പുപാളികളെന്ന് അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് വെളിപ്പെടുത്തി. We do only copper work. Only if it comes here on copper, we will go to it. Gold-plated work, we will not take care. We don't have that expertise. The copper which came here or gold that came here? Only copper. We do it. And we don't undertake the job at all. Because, for example, you give me some ring, you will tell me there is 2 grams gold. When I melt only half a gram of gold is there, you will tell me 2 grams. I will say half gram. Where is the link between you and me? There is nothing. ഇക്കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. വിജയ് മല്യ നൽകിയ സ്വർണം എവിടെയാണ് എന്നതിലും ചോദ്യം ബാക്കിയാണ്. വിഷ്ണു സുരേഷ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഈ സ്മാർട്ട് ക്രിയേഷൻസ് അവർ നൽകുന്ന വിശദീകരണം എന്താണ് ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടിപ്പോൾ? വിഷ്ണു, ഉന്മേഷ്, 1999 വിജയ് മല്യ സ്വർണം നൽകി, അതായത് സ്വർണം പൂശിയ ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളി നൽകി എന്നുള്ള കാര്യത്തിൽ ഇതിനോടകം തന്നെ സ്ഥിരീകരണമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി അത് വാങ്ങുമ്പോൾ അതെങ്ങനെയാണ് ചെമ്പുപാളിയായി മാറുന്നതെന്നാണ് അവിടെ നിൽക്കുന്ന ചോദ്യം. സ്മാർട്ട് ക്രിയേഷൻസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അവർക്ക് 2019 ആ വർഷം അവിടെ സ്വർണം പൂശാൻ വേണ്ടി എത്തിയത് പൂർണ്ണമായും ചെമ്പ് വസ്തുവായിരുന്നു. അതിനകത്ത് ഒരു തരി പോലും സ്വർണം ഉണ്ടായിരുന്നില്ല എന്നാണ് അവരുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഇതിൻ്റെ തൂക്കം കുറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് നേരത്തെ ഹൈക്കോടതി അടക്കം ചൂണ്ടിക്കാണിയത്. 42 കിലോ ആയിരുന്നു സന്നിധാനത്ത് നിന്ന് ഇത് ഇളക്കി എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന തൂക്കം. പക്ഷേ അത് പിന്നീട് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുകയും അവിടെ നിന്ന് തിരികെ എത്തിക്കുകയും ചെയ്യുമ്പോൾ അത് 38 കിലോ ആയി കുറഞ്ഞു. അതെങ്ങനെ സംഭവിച്ചു എന്ന് കോടതി പറഞ്ഞു. അതിനും ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് വ്യക്തത വരുത്തുകയാണ്. സാധാരണഗതിയിൽ ഈ ചെമ്പുപാളി ചളങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി അതിൽ മെഴുക്ക് ചേർക്കാറുണ്ട്, കനം കൂടിയ മെഴുക്ക് വസ്തുക്കൾ ചേർക്കാറുണ്ട്. അത് മാറ്റുന്ന ഘട്ടത്തിലാണ് ഇതിൻ്റെ തൂക്കം കുറഞ്ഞത് എന്നുള്ളതാണ് ഇവരുടെ നിഗമനം. അതൊരു സ്വാഭാവിക നടപടിയാണെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ കാര്യം ഹൈക്കോടതി അവർ വളരെ രേഖാമൂലം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒപ്പം അദ്ദേഹം നടത്തിയ ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ, 2019 ഇതിന് അറ്റകുറ്റപ്പണിയൊക്കെ പൂർത്തിയായ ശേഷം ഇത് ഏറ്റുവാങ്ങാൻ വന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല എന്നവർ പറയുന്നുണ്ട്. അങ്ങനെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങിയ ഈ സ്വർണ്ണപ്പാളിയും അതോടൊപ്പം മറ്റു വസ്തുക്കളും അതെങ്ങനെയാണ് ഈ സ്വകാര്യ വ്യക്തികളുടെ ആവശ്യത്തിന് വേണ്ടി ഈ മൂവാറ്റുപുഴയിലടക്കം എത്തിയത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം ഈ വിജയ് മല്യ പൂശിയ ഈ സ്വർണം പാളി അല്ലെങ്കിൽ അദ്ദേഹം സമർപ്പിച്ച ആ സ്വർണ്ണപ്പാളി അതെവിടെ എന്ന ചോദ്യവും ഇവിടെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭാഗത്ത് വരുന്ന വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പ്രധാനമായി വരുന്ന ചോദ്യങ്ങൾ രണ്ടും അതാണ്. അതിന് മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ്. ഉന്മേഷം, ശരി. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.